റെഡ്മി ടെർബോ 4 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി ടെർബോ 4 Pro എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ റെഡ്മി ടെർബോ 4 Proയിൽ 6.83 ഇഞ്ചിൻ്റെ 2.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇതിൽ വളരെ മികച്ചൊരു റെസൊല്യൂഷൻ വരുന്നതായിരിക്കും. 2K റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനൊക്കെ ഇതിൽ വരും. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. LTPS ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 219 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.98 mm ആയിരിക്കും. പിന്നെ IP6869 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നല്ലൊരു IP റേറ്റിംഗ് ഇതിൽ വരും. പിന്നെ മെറ്റൽ മിഡിൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 4 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് പുതിയൊരു പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണായിരിക്കും മിക്കവാറും ഈ ഒരു ഫോണ്. പിന്നെ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8L8 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു പ്രോസസ്സറായിരിക്കും. അപ്പം മികച്ചൊരു പെർഫോമൻസ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും വന്നേക്കാം. 16 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നതായിരിക്കും. LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരും. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ OSൻ്റെ സപ്പോർട്ട് വരും. പിന്നെ 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരും. ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പോൾ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. പക്ഷേ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് അത്ര ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കില്ല. ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രോസസ്സറും ഡിസ്പ്ലേയും അതുപോലെ തന്നെ ബാറ്ററിയും ഒക്കെ ആയിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടിയ 7550 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡുമാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ April 24 ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോണിൽ ലോഞ്ച് ചെയ്യുക. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയേക്കാം. പക്ഷേ പോക്കോ F7 എന്ന പേരിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരിക. അപ്പം പോക്കോ ബ്രാൻഡിങ്ങിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി റെഡ്മി ബ്രാൻഡിങ്ങിൽ വരുമോ എന്നും പറയാൻ പറ്റില്ല. പക്ഷേ പോക്കോ ബ്രാൻഡിങ്ങിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുന്നതായിരിക്കും. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ 2099 yuan എന്ന പ്രൈസിങ്ങിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അതായത് 24,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു 30,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ പോക്കോ ബ്രാൻഡിങ്ങിൽ വരുമ്പം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ്മി ടെർബോ 4 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.